നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഈ പ്രകൃതി തന്നെ നമ്മുടെ ശരീരമാണ്. ഇത് സൂക്ഷ്മം ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ പ്രകൃതി തന്നെ നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അതിലേതാണ്? എവിടെയാണ് നമ്മുടെ ശരീരം തീരുന്നത്? എവിടെയാണ്? ശ്വസിക്കുന്നൊരു ശരീരമുണ്ട് അല്ലേ? ശ്വസിക്കുന്നൊരു ശരീരമുണ്ട്. അപ്പോൾ ശ്വാസവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ശ്വസിക്കുന്ന ഒരു ശരീരം, ആ ശരീരമല്ലേ എല്ലാവരും ശ്വസിക്കുന്നത്? എല്ലാവരും ശ്വസിക്കുന്ന ആ ശരീരം, എല്ലാവരും ശബ്ദമെന്ന് പറയുന്ന ഒരു ശരീരമുണ്ട്, ശബ്ദിക്കുന്നൊരു ശരീരമുണ്ട്. ഇവിടെ എല്ലാം എല്ലാവരുമായിട്ട് കണക്റ്റഡാണ്. അപ്പം നമ്മൾ ആ ശരീരത്തെ, ഈ ശ്വസിക്കുന്ന ശരീരത്തെയും ശബ്ദിക്കുന്ന ശരീരത്തെയൊക്കെയാണ് നമ്മൾ തള്ളിക്കളയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ താഴത്തുള്ള ശരീരത്തിനെ, ഇതിന് ഇപ്പുറത്തുള്ള ശരീരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പെട്ടുപോയി. ഇതിൻ്റെ ശ്വസിക്കുന്ന ശരീരത്തിലോട്ട് നമ്മൾ എത്തുന്നില്ല. എല്ലാവരും ചോദിക്കുന്ന കാര്യം, അപ്പം നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്നുണ്ടോ? അതോടെ നടക്കുന്നുണ്ടല്ലേ, ഞാൻ തിരക്കണതിനാ? ഞാൻ തിരക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കും. ഏതൊക്കെ? ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തിരക്കുമോ? അത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? ഇല്ല, അതും തിരക്കാറില്ല. പക്ഷെ അത് ചെയ്താലേ ഞാൻ നിലനിൽക്കത്തുള്ളൂ എന്നുള്ളൊരു ഭാഗമുള്ളത് കൊണ്ട് എപ്പോഴുമൊക്കെ വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതും വൃത്തിയായിട്ടല്ല, അതും വൃത്തി ആയിട്ടല്ല. അല്ല, ഒരു സംശയമല്ല. ആഹാരം കഴിക്കുന്നത് വൃത്തിയായിട്ടല്ല, വെള്ളം കുടിക്കുന്നത് വൃത്തിയായിട്ടല്ല. ആഹാരവും വെള്ളവും വൃത്തിയായിട്ട് കുടിക്കാത്തവന് ശ്വാസത്തിൻ്റെ ഭാഗം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയുള്ളവരെ കല്ലും മണ്ണും ആകർഷിക്കും അല്ലേ? കല്ലും മണ്ണും ആകർഷിക്കും. സ്വർണത്തിൻ്റെ പുറകെയും വേറെ പലതിൻ്റെ പുറകെ ഓടും. പലതിൻ്റെയും പുറകെ ഓടും. ഓടാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണ്? ഇവൻ നശിക്കുന്ന ഭാഗത്താണ്, ഇവൻ നാശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ നിലനിൽക്കുന്ന ചില സംവിധാനത്തെ കാണും. ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ പുറകെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? കാളവണ്ടിയുടെ മുമ്പിൽ ഒരു കെട്ട് പുല്ല് കെട്ടിയിടും അല്ലേ? കാള ഇങ്ങനെ ഈ പുല്ലെടുക്കാൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും, പുല്ല് അതിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ. എൻ്റെ തൊട്ട് മുമ്പിലാണ് എനിക്ക്, ഞാനിപ്പം ധനിയനാവും ഓടിക്കൊണ്ടിരിക്കുക. ഇവൻ ഓടി കുഴയും. എന്തിനാണ് കുട്ടാ നമ്മൾ കല്ലിനെയും മണ്ണിനെയും പറ്റി പറയേണ്ടി തന്നെ വരണത്? നിങ്ങളുടെ കാലയിൽ ഒരു മുള്ള് കയറിയിരിക്കുന്നു അല്ലേ? ആ മുള്ളും വെച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ ആ മുള്ള് കയറുമ്പോഴത്ത് കളഞ്ഞാൽ പോരെ? ഇനി കയറാതിരിക്കാനുള്ള ഭാഗമില്ലേ? കാല് ചവിട്ടി മുള്ള് കയറിക്കൊണ്ടിരിക്കാൻ പിന്നെ ചവിട്ടി, ഞാൻ എൻ്റെ അഹങ്കാരത്തെ ഞാൻ ചവിട്ടും കയറ്റും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അല്ലെങ്കിൽ ആരുടെ ഈ മുള്ളു ഇട്ടെന്ന് ചോദിച്ചിട്ടില്ല, വല്ല കാര്യമുണ്ടാ? ആ കാലിൽ മുള്ള് കയറാതെ സൂക്ഷിക്കുവാനുള്ള വിവേകം നമ്മളില്ലേ? മുള്ളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കാലയിലെടുത്ത് അതും ഇതൊക്കെ ഇട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ സർവ്വ ഇന്ദ്രിയങ്ങളും പൊതിഞ്ഞു വെക്കുക. കാൽപാദം അറിയാനുള്ളതാണ്. അതിൻ്റെ അറിവ് എന്തിനാണ് കെടുത്തുന്നത്? എന്തുകൊണ്ട്? കാൽപാദം അറിയാനുള്ളതാണ് കാൽപാദം. എന്തിനാണ് കാൽപാദത്തെ പൊതിഞ്ഞു വെക്കുന്നത്? അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും പോയില്ലേ, നഷ്ടപ്പെട്ടില്ലേ? കാൽപാദം പൊതിഞ്ഞപ്പോൾ ബാക്കിയുള്ള സർവ്വ ഇന്ദ്രിയങ്ങളും പോയി, നഷ്ടപ്പെട്ടു ഇല്ലേ? കാൽപാദം പൊതിഞ്ഞപ്പോൾ പിന്നെ മുഴുവനും സ്വപ്നത്തിലാണ്. കാരണം ഗ്രൗണ്ട് ആയിട്ടുള്ള ബന്ധം തീർന്നു, ബേസ് വിട്ടുപോയി. ബേസ് വിട്ടപ്പോൾ പിന്നെ കണ്ണും കാതും മൂക്കും ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എങ്ങനെ അറിയും? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എങ്ങനെ അറിയും? പിന്നെ ഈ പറയുന്ന
കാരണം എന്താണ്, കാലയെ തന്നെ ഒരു മെറ്റീരിയൽ എടുത്ത് പിടിപ്പിച്ച്, അല്ലേ? കാലയെ തന്നെ ഒരു മെറ്റീരിയൽ എടുത്ത് പിടിപ്പിച്ച് പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആവും. ആകണ്ട എന്ത് ചെയ്യാനാ? വേറെ ഒരു വഴിയില്ല. ഇന്നിപ്പോ രാവിലെ എമ്പുരാൻ 10:30 ബുക്ക് ചെയ്തിട്ട് എന്ന് ഷാഫി ചോദിച്ചു. ആവശ്യമൊന്നുമില്ല. എന്താണ് ആവശ്യം? അത് ആവശ്യമാണെന്ന് ആര് പറഞ്ഞു? അതെങ്ങനെ ആവശ്യമാണെന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്നത് കണ്ണിൻ്റെ കാഴ്ചയല്ലേ? ആവശ്യമൊന്നുമില്ല, അതങ്ങനെയാണ്. അതിൽ ആവശ്യമൊന്നുമില്ല. ഇത് ആവശ്യമാണെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? കണ്ണിന് കാഴ്ചയുള്ളത്, കണ്ണിന് കാഴ്ചയുണ്ട്, അത്രയേ ഉള്ളൂ. കണ്ണിന് കാഴ്ചയുണ്ട്, അത്രയേ ഉള്ളൂ. ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് അറിയണമേ, ആവശ്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. എക്സാക്ട്ലി. മിടുക്കാൻ. പാസ്സാക്കി. അടുത്ത ക്ലാസ്സിലോട്ട് കയറ്റിയിട്ട് ഇത് വെച്ചിട്ടാണ് ബിഷുവിന് പറഞ്ഞ ഇന്നതാണ്, ബിഷുവിന് മറുപടി കൊടുക്കണം. എന്ത് കാര്യത്തിനാണ്? അതെ. ഇപ്പം നിങ്ങളുമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇത് ഒരുമാതിരി പ്രൊജക്ഷൻ അല്ലേ? എന്തുകൊണ്ടാണ് 4 വർഷമായില്ലേ എബ്രഹാം എന്നെ കേൾക്കാൻ തുടങ്ങുന്നു, അല്ലേ? എബ്രഹാമായിട്ട് നമ്മൾ പല ഭാഗത്ത് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. എബ്രഹാം ഒരു സിനിമയുമായിട്ടാണ് വരുന്നത്, അല്ലേ? എബ്രഹാം വരുമ്പോൾ എബ്രഹാം ഒരു സിനിമ പ്രൊജക്ടറുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് എബ്രഹാം പറയും ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ. ഇതെല്ലാം സിനിമ പ്രൊജക്ഷനാണ്, അല്ലേ? എബ്രഹാം പ്രൊജക്റ്റ് ചെയ്യുന്നു. എബ്രഹാം പ്രൊജക്റ്റ് ചെയ്യുന്നു. എബ്രഹാം എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കഥകൾ പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഞങ്ങളൊന്നും എടുക്കില്ല. പകരം സൂസൻ്റെ അപ്പവും കട്ട്ലേറ്റും ഒക്കെ ഞങ്ങൾ എടുക്കാറുള്ളത്. സൂസനിലോട്ടുള്ളൊരു മീൻസാണ് ഞങ്ങൾക്ക് എബ്രഹാമിൻ്റെ, വേറെ ഒന്നുമില്ല. കാരണം ആ കട്ട്ലേറ്റും അപ്പവും അല്ലേ, അതെടുത്ത് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ എബ്രഹാമിനെ നോക്കിയിരിക്കും. കഴിഞ്ഞാൽ എപ്പോഴാണ് കൊണ്ടുവരണത്? അല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടാ? അതിൽ വേറെ വല്ലതും ഉണ്ടാ എബ്രഹാം? ശരീരത്തെ മറന്നു പോവുക എന്നുള്ളതൊരു വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ബിഷുവിന് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ആ സിനിമ കാണുന്നത് അപകടമാണ്. അതെ, അത് തന്നെയല്ലേ അബ്രഹാം തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് സിനിമ കാണാൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഭയങ്കര അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. അല്ല സുഹൃത്തെ, മുമ്പില് എല്ലാത്തിനെയും ഒരു പ്രൊജക്ഷൻ ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എല്ലാത്തിനെയും പ്രൊജക്ഷൻ ആണ്, എല്ലാ സിനിമയാണ്, എല്ലാ സ്വപ്നമാണല്ലോ. എക്സാക്ട്ലി. അതാണ് ആളും പിടിക്കനാ. അതാണ് കാര്യം. ഇതെല്ലാം പ്രൊജക്ഷനാണ്. നമ്മൾ ആ പ്രൊജക്ഷനിൽ ആൾക്കാർ പെട്ടിരിക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ കാണുന്ന പ്രൊജക്ഷൻ ആൾക്കാർക്ക് സാറ്റിസ്ഫൈങ് അല്ല. പ്രകൃതിയുടെ പ്രൊജക്ഷൻ ആൾക്കാർക്ക് സാറ്റിസ്ഫൈങ് അല്ല. അതുകൊണ്ടാണ് അവർ റീപ്രൊജക്ഷൻ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, കൃത്രിമമായിട്ടുള്ള പ്രൊജക്ഷൻസ് നടക്കുന്നത്? കാരണം ആൾക്കാർ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാണണം, ആൾക്കാർ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്ന ഭാഗത്തോട്ട് മനുഷ്യനെത്തി. കാണുന്ന കാഴ്ചയിൽ ആൾക്കാർ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഈ രമണീയതയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം തിയേറ്ററിലൊക്കെ ആളുള്ളൂ, മനസ്സിലായ? യൂട്യൂബിലും
മൊബൈൽ ഫോണിലൊക്കെ ആളുള്ളൂ. കാരണം ചുറ്റുപാടും നാച്ചുറലി പ്രൊജക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ആൾക്കാരില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ക്ലബ് ഹൗസിലും യൂട്യൂബിലൊക്കെ നമ്മളും വരണതാണ്. ആൾക്കാരെ അന്വേഷിച്ച് ഒരു മനുഷ്യനുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് നമ്മൾ. ലൈവായിട്ട് ജീവിക്കാൻ ആർക്കും വേണ്ട. അതെ, അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലും ക്ലബ് ഹൗസിലൊക്കെ വന്നത്. കാരണം എല്ലാ ആൾക്കാരും ബാറിലും അവിടെ ഇവിടെയൊക്കെ. അതുകൊണ്ട് ബാറിൽ പോയേ പറ്റത്തുള്ളൂ നമ്മൾ. പക്ഷെ നമ്മൾ ബാറിൽ പോയി നമ്മൾ കുടിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല. അവിടെ ബോറടിച്ചിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടിരുന്നു. അവിടെ ബോറടിച്ചിരിക്കുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാം, അത്രയേ ഉള്ളൂ. അവിടെ ബോറടിക്കാത്തവനെ അവിടെ ഇരുന്ന് കുടിച്ചോട്ടെ. മനസ്സിലായ? നമ്മൾ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. ഈ പബ്ലിക് പറയാം. സെബാസ്റ്റ്യൻ സിനിമയ്ക്ക് പോകുന്നത് പലപ്പോഴും ഷാഫി ബുക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ജെനിയ ബുക്ക് ചെയ്തുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? അല്ലാതെ സെബാസ്റ്റ്യൻ പറയണം, ഓ ഇന്ന സിനിമ വരാനുണ്ട്, നമുക്ക് പോയി കാണണം എന്ന് പറഞ്ഞ് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് എന്ന് ഇവരോട് ചോദിക്കാറുണ്ടോ? പറയലുണ്ട്, എന്നും പറയലുണ്ട്. ഒരു സിനിമ ഞാൻ വരുത്തിക്കും, സൗണ്ട് ഓഫ് മ്യൂസിക് കൊച്ചിയിൽ വരുത്തിക്കുന്നു എന്നും പറയും. സിനിമ മൊത്തമല്ല, തിയേറ്റർ മൊത്തം ബുക്ക് ചെയ്യാനാ പറയുന്നത്. വണ്ടർഫുൾ ലിവിങ്ങിന്റെ എല്ലാരെയും കൂട്ടി പോണെന്ന് ചെറിയ ആഗ്രഹമുള്ളൂ. 1965 ഇറങ്ങിയ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്നൊരു പടമുണ്ട്. ആ സിനിമ യൂട്യൂബിലുണ്ട്, എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് കാണുക. സൗണ്ട് ഓഫ് മ്യൂസിക്. അതിനകത്ത് ഒരുപാട് ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സൗണ്ട് ഓഫ് മ്യൂസിക് 1965 ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആഹാ, വളരെ ഞാൻ എപ്പോഴും ആരെങ്കിലും കാണാൻ സിനിമ കാണാൻ പറയണമെങ്കിൽ പറയാൻ എൻ്റെ ഉള്ളിൽ വരുന്ന സിനിമ ഇതാണ്, സൗണ്ട് ഓഫ് മ്യൂസിക്. ഞാൻ എന്താണ് 6-7 വയസ്സ് ഉള്ളപ്പോഴാണ് ആദ്യം കണ്ടത്. 6 വയസ്സൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ. എറണാകുളത്ത് ഷെണൈസ് തിയേറ്റർ ഇതിൽ പോയി കണ്ടതാണ് പണ്ട് ചെറുപ്പത്തിൽ. ഈ സിനിമ ഞാനൊരു 25 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആവർത്തിച്ച് കാണുന്ന ഏക സിനിമ സൗണ്ട് ഓഫ് മ്യൂസിക്. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലായോ? കാരണം നമുക്കൊരു വ്യക്തി എങ്ങനെയൊക്കെയാണ് ജീവിതത്തിലോട്ട് തെളിഞ്ഞു വരുന്നത് എന്നുള്ളൊരു ഭാഗം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു. നമ്മൾ ആ ഇംപ്രഷൻ, ഈ സ്വപ്നം നമ്മളെ ഉണർത്തുന്നു. നമ്മൾ ഉണരും, അതാണ് നമുക്ക് വേണ്ടത്. ചുറ്റുപാടും കാണുന്ന ഒരു മരം കാണുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ, ആ വൃക്ഷം നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ടച്ച് ചെയ്യണം അല്ലേ? നമ്മുടെ ഉള്ളിൽ അതുമായിട്ട് സിമിലായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, അത്ഭുതകരമായിട്ടല്ലേ ഒരു മരം, വൃക്ഷം. എൻ്റെ സുഹൃത്ത് അബി അറക്കൽ എന്ന് പറയുന്ന ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി, എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അബി അറക്കലിൻ്റെ വീട്ടിൽ ഞാൻ മിക്കവാറും പോകുന്നതായിരുന്നു. ഒരു ദിവസം അങ്ങനെ നിൽക്കുമ്പോൾ, പുള്ളിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു മരം എന്നെ വിളിക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് ഈ മരത്തെ ചെന്ന് പിടിക്കുന്നു, കാലിൽ നിന്ന് ചെരുപ്പ് ഉരുന്നു. അന്ന് ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്ന സമയമാണ്. പക്ഷേ കാലിൽ നിന്ന് ചെരുപ്പ് ഉരുട്ടി മരത്തെ കൈകൊണ്ട് പിടിക്കുമ്പോൾ എനിക്ക് മരത്തിൻ്റെ ഉള്ളിൽ ആഹാ വൈബ്രേഷൻ കേൾക്കാം. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് ഇത് ഒരു സ്വപ്നമല്ലേ ഈ മരം. പക്ഷെ അതിൻ്റെ അടുത്ത് ചെന്ന് സ്വപ്നത്തിൽ നിന്ന് മാറി ജീവൻ്റെ സ്പന്ദനത്തിലോട്ട് കണക്റ്റ് ആകുന്നു. നോക്കണേ, സ്വപ്നം ഇവിടെ ഉണ്ടെങ്കിൽ സ്വപ്നത്തിനും അവിടെ ചില വ്യവസ്ഥകളുണ്ട്. സ്വപ്നത്തെ വെറുതെ അങ്ങോട്ട് തുടച്ചു മാറ്റാൻ പറ്റത്തൊന്നുമില്ല. സ്വപ്നം വേണം. മനസ്സിലായി? സ്വപ്നം വേണമെന്നല്ല, സ്വപ്നം ഉള്ളതാണ്. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകണമെന്നല്ല സ്വപ്നം. ഇതെല്ലാം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഭാഗമാണ്. ഇതിങ്ങനെയാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ ജീവിതമാകത്തുള്ളൂ. പറയൂ. ചില പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റ്സ് നമ്മളോട് ഒരാള് സംസാരിക്കുമ്പോ നമുക്ക് അതിൽ നിന്ന് ഒരു ഇമേജ് ക്രിയേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുമല്ലോ. അവിടെ നിർത്തണേ. മോളെ എന്താ പറഞ്ഞത്? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമേജ് ക്രിയേറ്റഡ് ആകുമല്ലോ. ശ്രദ്ധിക്കണേ.
ഒപ്പം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടും കാണുന്നത് ഇങ്ങനെ ഇമേജായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ 1 കിലോമീറ്റർ നടക്കണമെങ്കിൽ എന്ത് ഭാരമായിരിക്കും? ഒരു 100 മീറ്റർ നടക്കണമെങ്കിൽ ഓക്കെ സ്ലോ ഡൗൺ കം വിത്ത് മീ. എൻ്റെ ഒപ്പം വരിക. അതായത് നമ്മൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള ഇമേജ് ക്രിയേറ്റഡ് ആകുന്നില്ല. പക്ഷേ സംസാരിക്കുമ്പോൾ ഇമേജ് ക്രിയേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു പ്രകൃതിയുണ്ട്, ചുറ്റുപാടും ഒരു സ്വപ്നമുണ്ട്. ഈ സ്വപ്നം നമ്മൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതല്ലാത്ത വേറൊരു സ്വപ്നം എങ്ങനെ ക്രിയേറ്റഡ് ആകുന്നു? ഓൾറെഡി ഇവിടെ ഒരു സ്വപ്നത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചുറ്റുപാടും കാണുന്നതെല്ലാം സ്വപ്നമാണ്. അപ്പം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ സ്വപ്നം ക്രിയേറ്റഡ് ആകേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്. ആരുമായിട്ടാണ്? ഒരാളുമായിട്ട് സംസാരിക്കുന്നു. അപ്പം അയാളെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, അയാൾക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കുന്നില്ല. ഡിസ്റെസ്പെക്റ്റാണ്. മനസ്സിലായി? അയാളോട് നമുക്ക് യാതൊരു താല്പര്യമില്ല. നമ്മൾ സ്വപ്നം ക്രിയേറ്റ് ചെയ്യാൻ അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ബന്ധത്തെ നമ്മൾ പരിപൂർണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ ചുറ്റുപാടുമുള്ള സ്വപ്നം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ തന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് നമുക്ക് ആരെയും ഉപേക്ഷിക്കാം. നമ്മളെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആളെ കൂടി ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കണേ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ട് തോന്നും. ചെയ്താലും തീരത്തില്ല. ചെയ്തുകൊണ്ടിരിക്കും തോറും തളരും. നമ്മളിൽ നിന്ന് അകന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അമേരിക്കയിൽ എന്തുണ്ടായി, ആഫ്രിക്കയിൽ എന്തുണ്ടായി, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിലെന്തടുത്ത് വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇറങ്ങും. പക്ഷെ കൂടുതൽ പ്രശ്നത്തിന് വഷളാകും അല്ലേ? കാരണം എൻ്റെ ഉള്ളിൽ എനിക്ക് എന്റെ അനുഭവമല്ല, അതായത് അവസ്ഥ. ഒരാള് നമ്മളോട് 1 മണിക്കൂർ സംസാരിച്ചു. അതിൽ ചില ഭാഗങ്ങള് ചിലപ്പോ ഒരു ഇമേജ് ആയിട്ട് അവിടെ കയറി കിടക്കും. പിന്നീട് നമ്മള് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോ ഈ ഇമേജ് കയറി നമുക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ലാതെ. പക്ഷെ അത് ഇഷ്ടമില്ലെങ്കിൽ അത് പിന്നെയും വരുമ്പോഴ് നമ്മൾ അതിലേക്ക് അറിയാതെ അതിന്റെ ഇഷ്ടക്കേടിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടത്തിലേക്ക് നമ്മൾ അറിയാതെ വീണു പോകുന്നു. ഇത് മാറ്റാൻ പറ്റുന്നില്ല. അതിനെന്തൊക്കെ? അതെ, അതായത് നമ്മൾ ആ സന്ദർഭത്തിൽ പെട്ടുപോകുന്നു എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായിട്ടുണ്ടാകുന്ന അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടല്ലേ ഇരിക്കുന്നത്. നൈരന്തര്യതയിൽ നമ്മൾക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ നൈരന്തര്യതയിൽ ബന്ധമില്ലാത്തപ്പോൾ ഈ സ്വപ്നത്തിൽ തന്നെ തുടരുമ്പോൾ, സ്വപ്നത്തിന് മാത്രം സ്ഥാനം കൊടുത്തിരിക്കുമ്പോൾ സ്വപ്നത്തിൽ നമുക്ക് അപകടമായിട്ടുള്ള പലതും സംഭവിക്കും. അതിലൊരു അപകടാവസ്ഥയാണ് നമ്മുടെ ബോഡിയിൽ ബോൾഡായിട്ട് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് അല്ലേ? ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. സ്വപ്നം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ചില ഭാരപ്പെട്ട സന്ദർഭങ്ങളെയാണ് ഈ ഹൈലൈറ്റ് ചെയ്യുന്ന അടിയിൽ ചുവപ്പ് മഷി കൊണ്ട് വരക്കുന്നത്. കാരണം സ്വപ്നത്തിൽ ജീവിക്കുകയും സ്വപ്നത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ടാകാതിരിക്കാനൊന്നും നിവൃത്തിയില്ല. കാരണം സ്വപ്നത്തിലാണ് ഈ വ്യക്തി പെട്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ നിന്ന് മാറുകയാണ് വേണ്ടത്. സ്വപ്നത്തിൽ നിന്ന് മാറിയാൽ മതി അല്ലേ? തീവണ്ടിയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തീവണ്ടി പോകുന്നിടത്തോട്ട് പോകേണ്ടി വരും. തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ നിന്ന്. അതുപോലെയാണ് സ്വപ്നത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ സ്വപ്നം ഇങ്ങനെ കൊണ്ടുപോകും.
ഇതിനകത്താണ് രമിക്കുന്നത് പല ആൾക്കാരും. ഇത് ഒരു തരം സ്വയംഭോഗമാണ്. ഇത് ഒരു തരം സ്വയംഭോഗമാണ്. ഈ സ്വപ്നത്തിൽ കയറി ഇങ്ങനെ സഞ്ചരിക്കുക, ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക. ഇത് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അഡിക്റ്റഡായി, ഒബ്സസ്ഡായി. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആവും. മനസ്സിലായോ? ഇത് പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആവും. കാരണം നമ്മുടെ പ്രാപ്തി, നമ്മളിലുള്ള ചലനവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പ്രകാശത്തിൻ്റെ വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമുക്ക് തോന്നുന്നതിന് മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഭയങ്കര വലിയ ആഘോഷത്തിലാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ശരീരം ക്ഷീണിക്കാതിരിക്കും ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മളിങ്ങനെയുള്ള തീവണ്ടിയിലും ബസ്സിലൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ ടിക്കറ്റ് എടുക്കാണ്ട് പോകരുത്. മനസ്സിലായോ? വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം, അത് നമുക്ക് നമ്മുടെ അറിവിൽ കൊണ്ടുവരണം. അല്ല, ഒരു ഹൃദയമുണ്ട്, ഹൃദയത്തിന് സ്പന്ദനമുണ്ട്, അറിയണ്ടേ? ഹൃദയത്തിന് സ്പന്ദനമുണ്ട്, അറിയണ്ടേ? ഇവിടെയാണ് അറിവിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ അറിവിൻ്റെ താളവുമായിട്ട്, അറിവ് ആരാ ഉണ്ടാക്കുന്നത്? അറിവ് ഈശ്വരനാണ് ഉണ്ടാക്കുന്നത്. അറിവ് ഈശ്വരനാണ് ഉണ്ടാക്കുന്നത്, വേറെ ആരെ കൊണ്ടും നടക്കില്ല. ഇത് അറിവ് പുസ്തകത്തിൽ നിന്ന് വായിച്ച് കിട്ടുന്നതാണ്. പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ സ്വപ്നമാണ്, സങ്കല്പമാണ്, അത് നമ്മളുണ്ടാക്കുന്നതാണ്. അല്ലേ? പുസ്തകത്തിൽ നിന്ന് വായിച്ച് ഈ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ്, നമ്മളുണ്ടാക്കിയതല്ലേ? ശ്രദ്ധിക്കണം. ഇത് ഒന്ന് ഈശ്വരൻ എഴുതുന്ന പുസ്തകമാണ് നമ്മൾ എഴുതിയ പുസ്തകം. ഏതിനാണ് പ്രാധാന്യം? നമ്മൾ എഴുതിയ പുസ്തകം വായിച്ചിട്ട് നമ്മൾ ആ പുസ്തകമാണ് നമ്മുടെ ഈശ്വരനെന്ന് സങ്കല്പിച്ച് നമുക്ക് ദുഃഖവും ദുരന്തവും രോഗവും ഉണ്ടാക്കിയെടുക്കുന്നത്. ഈശ്വരനെ എഴുതിയ പുസ്തകമാണ് നമ്മൾ. ഈശ്വരനെ എഴുതിയിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഇല്ല, ഇതിങ്ങനെ തുടർന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അല്ല, ഇപ്പോഴും ഈശ്വരൻ്റെ എഴുത്തുണ്ടല്ലേ? നമ്മുടെ ഹൃദയത്തിന് സ്പന്ദനമുണ്ട്. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് ഈശ്വരൻ്റെ സാന്നിധ്യം. ഈശ്വരൻ അവിടെയാണ് വരയ്ക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. ഈശ്വരനെ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഈശ്വരനായിട്ട് മാറണില്ല. നമ്മളിപ്പോഴും അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളൊരു പ്രതിഷ്ഠയായിട്ട് ഈ ഹൃദയവുമായിട്ടുള്ള ബന്ധം അനലൈസ് ചെയ്തിരിക്കാൻ നമുക്ക് പറ്റണില്ല. അതെ, ഇത്രയുള്ള എന്തോ ചോദിക്കൂ. അറിവ് ഈശ്വരത്വം അറിയാൻ പറ്റും. ഷാപ്പിയിലുള്ളത് സെബാസ്റ്റ്യൻ സാർക്ക് ഒരു സ്വപ്നമാണ്. അല്ല, അതെങ്ങനെ? എന്നിലെഴുതുന്ന അതേ ഈശ്വരൻ തന്നെയല്ലേ അവിടെ എഴുതണത്? അത് ഇത് തന്നെയല്ലേ? ആര് പറഞ്ഞു? ഞാൻ എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ അറിവേ ഉള്ളൂ ലോകത്ത്. അതല്ലേ ലോകമോ സമസ്തോ സുഖനോ ഭവന്തോ. ഇത് തന്നെയല്ലേ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു അക്ബർ എന്താണ്? ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താണ് അല്ലാഹു അക്ബർ? അതിനേക്കാൾ അതെ, ഈശ്വരനാണ് വലിയവൻ. വലിയവൻ എന്നല്ല, അതിനേക്കാൾ വലുതൊന്നുമില്ല. ഇത് തന്നെയല്ലേ ലോകോ സമസ്തോ സുഖനു ഭവന്തു. ലോകമോ സമസ്തോ സുഖനു ഭവന്തു. കാരണം ഇതെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. സർവ്വതും ഒന്ന് തന്നെ. ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ പറയണത്? അവനവൻ ആചരിക്കുന്ന അല്ല, അങ്ങനെ ഒരു ഭാഗത്തിന്റെ ആവശ്യമില്ലത്. അവനവൻ ആചരിക്കുന്നത് അവരന് അസുഖമായിട്ട് മാറുന്നത്. കാരണം നമ്മൾ ഇത് ഈശ്വരനല്ലേ ആചരിക്കുന്നത്. ഇതല്ലാണ്ട് വേറെ വല്ലതും കൂടെ ആചരിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ചെയ്യണത്? ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ചെയ്യേണ്ടതാ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇത് അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഇപ്പുറത്തോട്ട് മാറിയിട്ട് ഈ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി.
ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളാണ് ദൈവം നിന്ന് നടത്തുന്നത്. അതെ, ഒരു സംശയം വേണ്ട. ദൈവവിശ്വാസികളായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ദൈവം നിന്ന് നടത്തുന്നത്. അവരാണ് ബഹുദൈവ വിശ്വാസികൾ സത്യത്തിൽ. അതെ 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 അതെ. പക്ഷെ അവർ പറയുന്നത് അവരാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത്. അതെ അതെ, വിശ്വാസം മാത്രമേ ഉള്ളൂ, സ്വപ്നം മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക്. കാരണം അവരാണ് പ്രവർത്തിക്കുന്നത്. ഈശ്വരൻ പ്രവർത്തിക്കുന്ന ഭാഗം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, അവർ ഇത് ഈശ്വരന്മാരായിട്ട് മാറുകയാണ് ഓരോരുത്തരും. അതെ, മനസ്സിലായി? കൃത്രിമത്വം കൊണ്ടുവരികയാണ്. ആ, അങ്ങനെയുണ്ടെങ്കിൽ അവർ ഈശ്വരനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ശത്രുവിനെ മിത്രമാക്കാനുള്ള ഐശ്വര്യം എന്താ അവരിൽ ഇല്ലാത്തത്? എന്തിനാ കൊന്നു വേണം തല്ലുപിടിക്കണം? എന്തിനാണ്? ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യണവനൊക്കെ ഈശ്വരനെ അനുകരിക്കണം. നമ്മൾ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ആരിഫ് ഹുസൈനെ പരിചയമുണ്ടാ? ആർക്കെങ്കിലും പരിചയമുണ്ടാ? ഡിംഗാഹു അക്ബർ. ആരിഫ് ഹുസൈൻ, ഞാൻ മനസ്സിലാക്കി നോക്കുക. ഒറ്റ കാര്യം നോക്കി. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാള് ഇത്രയും സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആ മനുഷ്യൻ എത്ര സ്നേഹത്തോടെ ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ട്? ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ആരിഫ് ഹുസൈൻ ഈ പറയുന്നത്. ഇത് ഒരാൾ തിരിച്ചറിഞ്ഞ് നോക്കിക്കേ. ഒരാൾ, അടുത്ത ഒരാൾ. കാരണം ഇസ്ലാം മതവിശ്വാസി തന്നെയല്ലായിരുന്നു. സത്യസന്ധമായിട്ട് സ്നേഹത്തോടുകൂടി ഒരു മൗലിയാർ അല്ലേ ആരാണ് മൗലിയാര? മൊയ്ലിയാർ. ഒരു മൊയ്ലിയാർ ആയിക്കോട്ടെ, ചെന്ന് ആരിഫ് ഹുസൈനോട് സംസാരിച്ചാൽ, എടാ മോനെ എവിടെയാണ് മോനെ നിനക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരു മൗലിയാരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? എന്തെന്നാണ് ഒരു കോളുണ്ടല്ലോ, കൊയാക്കോളിങ്. ഈ കൊയാക്കോളിങ്ങിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം വിശ്വാസത്തിൻ്റെ തലപ്പൊക്കത്തിരിക്കുന്ന ഒരാൾ വിളിക്കുന്നുണ്ടോ? നമ്മൾ ഇസ്ലാമിനെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ആരിഫിസിനെ ചീത്ത പറയുകയോ മതത്തെ ചീത്ത ഒന്നുമല്ല. നമുക്ക് വേണ്ടത് ഈശ്വരനായിട്ടുള്ള ബന്ധമാണ് വേണ്ടത്. ഇതത്രയല്ലേ ആവശ്യമുള്ളൂ. ഈശ്വരനായിട്ടുള്ള ബന്ധം. അല്ലാണ്ട് ആരിഫ് ഹുസൈന് എന്താ കാര്യം ഇരിക്കുന്നത്? ആരിഫ് ഹുസൈന് എന്തെങ്കിലും കാര്യം ഉണ്ടായി ലോകത്ത്? ഒരു കാര്യമില്ല. ഇവിടെ ഈശ്വരനാണ് കാര്യം ഇരിക്കുന്നത്. കാരണം ഈ ലോകം സൃഷ്ടിച്ച ഈശ്വരനാണ്, ഈ ലോകം ചലിപ്പിക്കുന്ന ഈശ്വരനാണ്. അത്രേ നടക്കത്തുള്ളൂ. അതിവിടെ സെബാസ്റ്റിനോ വിഷ്ണുവിനോ ഒന്നും കാര്യമില്ല. നമ്മളാകാനുള്ള കാരണം എന്താണ്? അതല്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് അന്വേഷിക്കേണ്ടത്. നമ്മൾ ഒരുമിച്ചിരുന്ന് അന്വേഷിക്കേണ്ടത് എന്താണ്? വിഷ്ണുവും വിനോദ്ലാലും സെബാസ്റ്റിനും കൂടി ഒരുമിച്ചിരുന്ന് അന്വേഷിക്കേണ്ടത് എന്താണ്? ഈശ്വരൻ്റെ താല്പര്യം എന്താണെന്നല്ലേ അന്വേഷിക്കേണ്ടത്. അത് വേറെ വല്ലതും അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇസ്ലാം ശരിയാണ്, ക്രിസ്തു ശരിയാണ്, ഖുർആൻ ശരിയാണെന്നും പറഞ്ഞ് തല്ലുപിടിക്കുകയല്ലല്ലോ വേണ്ടത്. ഭഗവത്ഗീത ശരിയാണ്. ശരി എന്ന് പറയുന്ന അവസ്ഥ നമ്മളെ നിലനിർത്തുന്നതിനെ, ആ നിലനിർത്തുന്ന സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയല്ലേ. അല്ല ആരിഫ് ഹുസൈൻ എന്ത് ചെയ്യാൻ പറ്റും? ആരിഫ് ഹുസൈന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരിഫ് ഹുസൈൻ ചലിക്കുന്നുണ്ടെങ്കിൽ ആരിഫ് ഹുസൈനെ ചലിപ്പിക്കുന്ന അതേ ശക്തി തന്നെയാണ് ഇപ്പുറത്തിരിക്കുന്ന മൗലിയാരെയും ചലിപ്പിക്കുന്നത്, അല്ലേ? ആണോ? ആരിഫ് ഹുസൈനെ ചലിപ്പിക്കുന്ന അതേ ശക്തി തന്നെയാണ് ഇപ്പുറത്തിരിക്കുന്ന മൗലിയെയും ഇപ്പുറത്തിരിക്കുന്ന പൂജാരിയെയും എത്തിസ്റ്റിനെയും എല്ലാവരെയും ചലിപ്പിക്കുന്നത്. അതിൽ വേറൊരു ശക്തി ചലിപ്പിക്കുന്നില്ല. ഈ ഭൂമിയെയും സൂര്യനെയും ഇതെല്ലാം ചലിപ്പിക്കുന്ന ഒരേ ശക്തി അതല്ലേ ഇവിടെ ഉള്ളത്. ഈ ഉറുമ്പിനെയും ഈ ദൈവമില്ല എന്ന് പറയുന്ന സയന്റിഫിക് ആളെയും ഇത് തന്നെയല്ലേ ചലിപ്പിക്കുന്നത്. നമ്മൾ തേനീച്ച എന്ന് പറയും അല്ലേ. ഈ തേൻ എന്ന് പറയുന്ന സംഭവം, ഈ തേനീച്ച ഓരോ പുഷ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് സംഭരിച്ച് എത്ര ലിറ്റർ കണക്കിന് തേനാണ് മാർക്കറ്റിലുള്ളത്. പ്രകൃതിയുടെ ഒരു വിഭവമല്ലേ അല്ലേ? ഇത് പ്രകൃതിയുടെ വിഭവങ്ങളാണ് അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു ഭൂമിയിൽ നിന്ന് കിളുത്ത് വന്ന് ഒരു ചെടി വന്ന് നിൽക്കുന്നു അല്ലേ? നമ്മൾ അതല്ലേ കഴിക്കുന്നത്. അങ്ങനെ ഒട്ടനേകം
ഇതെല്ലാം ഇതിങ്ങനെയാണ്. ഇത് സൃഷ്ടിയുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ സൃഷ്ടിയുടെ ലക്ഷണങ്ങളാണെങ്കിൽ ആ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം സൃഷ്ടാവാണ്. അപ്പൊ നമ്മൾ പരസ്പരം അടുക്കുമ്പോൾ സൃഷ്ടാവല്ലേ തെളിഞ്ഞു വരേണ്ടത്. അടുക്കും ചിട്ടയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്, വിവേകത്തിൻ്റെ മുന്നേറ്റമാണ്. കാരണം ആകാശം അനന്തതയുമായിട്ടുള്ള ബന്ധത്തിലാണ് പുരുഷൻ വരുന്നത്. സ്ത്രീ വരുന്നത് എവിടെയാണ്? സ്ത്രീ വരുന്നത് ആ സങ്കീർണമായിട്ട് നിൽക്കുന്ന ശരീരം, വലിഞ്ഞു മുറുകിയിരിക്കുന്ന ശരീരം. ആ വലിഞ്ഞു മുറുകിയിരിക്കുന്ന ശരീരത്തിൽ ചലനം ഉണ്ടാകുന്നു. അത് ചലിപ്പിക്കുന്ന ശക്തി എന്താണ്? അതിനെ ചലിപ്പിക്കുന്ന ശക്തി അതല്ലേ ഈശ്വരൻ. എനിക്ക് ആർക്കാ സംശയം? ആർക്കെങ്കിലും സംശയത്തിൻ്റെ എന്തെങ്കിലും പൊടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാരണം എന്താണ്? നമ്മൾ സ്വപ്നത്തിൽ. രോഗം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പിച്ചും പേയും പറയും അല്ലേ? എത്ര ചെടികൾക്ക് എന്ത് രോഗം വന്നെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ചെടിയിൽ രോഗം കൊണ്ട് പച്ചമുളകിൽ വഴുതനങ്ങ കായ്ച്ചു കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല. അത് ചിലപ്പോഴും ശുഷ്കിച്ച് ചിലപ്പോൾ ഉണങ്ങി മുരുടിച്ചൊക്കെ പോവുമായിരുന്നു ചെടികൾ ഒക്കെ. പക്ഷെ മനുഷ്യൻ ഇത്രയും അറിവുള്ള ഈശ്വരനെ വരെ അറിയുന്നവൻ, ഈശ്വരനെ വരെ അറിയാമെന്ന് പറയുന്നവൻ, എന്താണ് അവന് സംഭവിക്കണമെന്നൊരു പിടുത്തമില്ല. ഈശ്വരനെ അറിയാം. ശ്രദ്ധിക്കണേ, ഈശ്വരനെ അറിയാം. എന്താണ് ഈശ്വരൻ? നമ്മളിലുണ്ടാകുന്ന മാറ്റം, നമ്മളെ സൃഷ്ടിക്കാൻ ഉള്ള കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് എന്താണ് ഭിന്ന അഭിപ്രായം? ആരിഫ് ഹുസൈനെ എതിർക്കാൻ ആർക്കാണ് താല്പര്യമുള്ളത്? എന്തിന് ആരിഫ് ഹുസൈനെ എതിർക്കണം? ആരിഫ് ഹുസൈനെ എതിർക്കാൻ ആർക്കാണ് താല്പര്യം? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആരിഫ് ഹുസൈനെ എതിർക്കാൻ ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ നിൽക്കുന്ന മൗലിയാരെ എതിർക്കാനൊന്നും കാണുന്നില്ല. ഈ രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കാനേ തോന്നുന്നുള്ളൂ. ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെ എതിർക്കാനും ഒരു കാരണം നമ്മൾ കാണുന്നില്ല. അല്ല, ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നത്തിലല്ല ഇസ്ലാം. അതെ, സ്വപ്നത്തിലുള്ള സംഭവങ്ങൾ തകർന്നു പോകുന്നതിന് നമുക്കെന്താ ബുദ്ധിമുട്ട്? തകർച്ച സംഭവിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിനല്ലേ തകർച്ച സംഭവിക്കത്തുള്ളൂ. ഇവിടെ തകരും എന്നും പറഞ്ഞ് എത്രയോ ആൾക്കാർ ഇവിടെ ഭയങ്കര വലിയ യുദ്ധങ്ങളൊക്കെ നടത്തി. യുദ്ധം നടത്തിയിട്ട് യുദ്ധങ്ങൾ തുടരുന്നതല്ലാതെ ഏതെങ്കിലും യുദ്ധം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് പറയാമോ? ഒരു യുദ്ധം കൊണ്ട് ഈ ലോകത്ത് സമാധാനമുണ്ടായ ഭാഗം പറയാമോ? യുദ്ധം ചെയ്ത് ജയിക്കുകയല്ലേ, യുദ്ധം ചെയ്ത് കുഴഞ്ഞു നിർത്തിയ എല്ലാവരും. ഒരു യുദ്ധവും വിജയത്തിൻ്റെതല്ല. അവിടെ തകർച്ച കൊണ്ടാണ് എല്ലാ യുദ്ധങ്ങളും നിന്നുപോയത്. അതിൽ വേറെ ഒന്നുമല്ല, തകർച്ച കൊണ്ട് മാത്രമാണ് സർവ്വ യുദ്ധങ്ങളും തീർന്നു പോയത്. അല്ലേ? അല്ല, അങ്ങനെയല്ലേ? മഹാഭാരത യുദ്ധം, എല്ലാ യുദ്ധവും തകർച്ച കൊണ്ടാണ്. ഏത് യുദ്ധം എടുത്താലും അല്ലേ? അപ്പുറത്തെ ഒരു ടീമിനെ തകർത്ത് അല്ലേ, അപ്പുറത്തേക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കൊന്നുകളഞ്ഞ്. അതുകൊണ്ടല്ലേ യുദ്ധം ജയിച്ചത്. സത്യത്തിൽ യുദ്ധം ജയിക്കുകയല്ലേ ഇത്? യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തകർച്ച, രണ്ടു കൂട്ടരും തകർന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് ചെയ്യുന്ന പ്രവൃത്തിയെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല, അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അതല്ലേ യുദ്ധത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. എന്തിനാ എതിർക്കുന്നത്? യുദ്ധം ഓരോരുത്തരുടെ ഉള്ളിലാണ് തുടങ്ങുന്നത്. അതെ, യുദ്ധം ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിൽ യുദ്ധം ആരംഭിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേ യുദ്ധം വരുന്നു. എന്താ കാരണം? എല്ലാവരുടെയും ഉള്ളിൽ ഒരേ യുദ്ധം. കാരണം പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, നീ ഇന്ന മതവിശ്വാസിയാണ്, അതുകൊണ്ടാണ് എല്ലാവരും ഒരേപോലെ യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. മനസ്സിൽ മറ്റൊരാളോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ വ്യക്തി ഈ വ്യക്തിയുടെ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞു. അതല്ലേ കൃഷ്ണൻ പറഞ്ഞത്, ഇവരെല്ലാം ഓൾറെഡി മരിച്ചു കഴിഞ്ഞു.
അർജുന എന്ന് പറയുന്നത് എന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരാളോട്, അതിപ്പോ ഭർത്താവ് ഭാര്യയോടാണെങ്കിലും ഭാര്യ ഭർത്താവിനോടാണെങ്കിലും യുദ്ധം മനസ്സിൽ കലുഷിതമാവുമ്പോൾ മറ്റേ ആള് ഇല്ല, പിന്നെ അയാളെ നമ്മളിൽ നിന്ന് നമ്മൾ വേർപെടുത്തി കഴിഞ്ഞു അല്ല. അതെ, ഈ കൃഷ്ണൻ പറഞ്ഞെന്ന് പറയുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. കൃഷ്ണനെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ കൂട്ടുപിടിക്കും, പക്ഷെ കാര്യത്തോട് വരുമ്പോൾ കൃഷ്ണനെ തള്ളിക്കളെ. അല്ലേ? കാര്യത്തോട് വരുമ്പോൾ കൃഷ്ണനെ തള്ളിക്കളെ, കാര്യമില്ലാത്തപ്പോൾ കൃഷ്ണനെ കൂട്ടുപിടിക്കും. ഈ ഇരട്ടത്താപ്പ് എപ്പോൾ ഒഴിവാക്കുന്നു? അല്ലേ? ഈ ഇരട്ടത്താപ്പ് എപ്പോൾ ഒഴിവാക്കുന്നു? ആവശ്യമുള്ളപ്പോൾ അല്ലാഹു അക്ബർ. എപ്പോഴും സ്വപ്നത്തിന്റെ ഭാഗത്ത് അല്ലാഹു അക്ബർ, കാര്യത്തോട് അടുക്കുമ്പോൾ അള്ളാഹായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ത് കള്ളത്തരവും വഞ്ചനയും ചതിയും നടത്തും. കാലം കടക്കോളും ആരാണ്? എൻ്റെ മോനെ, ഈ മനസ്സൊന്നും വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല. ഈ മനസ്സിനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മനസ്സിൽ യുദ്ധം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടാ? അവിഹിത ബന്ധത്തിൽ എന്ത് കാര്യത്തിനാണ് നീ അവിഹിത ബന്ധത്തിൽ പോകുമ്പോഴേ മനസ്സുണ്ടാകുന്നത്? ഇപ്പൊ എന്റെ അതേ മോളെ, എന്നിട്ടല്ലേ മോള് പറഞ്ഞ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാ? കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ അങ്ങനെ. അതെ ഇടക്കിടക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കൃഷ്ണനെ കൂട്ടുപിടിക്കും. എന്തിനാണ്? ഈ സ്വപ്നം നിലനിർത്താൻ. ഈ സ്വപ്നം നിലനിർത്താനാണ് കൃഷ്ണനെ കൂട്ടുപിടിക്കുന്നത്. അടി ജീവിതം നിലനിർത്താൻ കൃഷ്ണനെ ഒന്ന് തൊട്ടു നോക്കിക്കേ, ജീവിതം നിലനിർത്താൻ അള്ളാഹുവിനെ ഒന്ന് തൊട്ടു നോക്കിക്കേ. അപ്പോഴാണ് സാക്ഷാൽ അള്ളാഹു, സാക്ഷാൽ കൃഷ്ണൻ ആരാണെന്ന് അറിയുന്നത്. അപ്പോഴല്ലേ സത്യസന്ധത. അപ്പോഴാണ് നമ്മൾ കുളിച്ചത്. കുളിച്ച് ദീപം കത്തിക്കുക. വൃത്തിയാക്കിയാലേ ദീപം കത്തത്തുള്ളൂ, അല്ലെങ്കിൽ ദീപം കത്തത്തില്ല. എന്നുവെച്ചാൽ അഴുക്ക് മാലിന്യങ്ങളെല്ലാം മാറ്റിയാൽ മാത്രമേ തെളിച്ചമുണ്ടാകത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതിനെന്താ ബുദ്ധിമുട്ട്? എന്താ? ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യം. കാരണം ബുദ്ധിക്കൊരു മുട്ടലുമില്ല. ബുദ്ധി കൊണ്ടല്ല ജീവിക്കുന്നത്. ബുദ്ധി കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അനുനിമിഷം ആഹാ, നിരന്തരം ആഹാ, അല്ലേ? ഈ വിഷ്വൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതായത് മറ്റുള്ളവര് നമ്മുടെ സ്വപ്നമല്ലേ എന്ന്. അതിലിപ്പോഴും എനിക്ക്, അതായത് ഞാൻ മനസ്സിലാക്കിയത് മൊത്തം നമ്മുടെ ശരീരവും അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമ്മുടെ അറിവുകൾ, അതിനെ കാണുന്ന അല്ലെങ്കിൽ ഒന്നിനെ നമ്മളെ അനുഭവം, അല്ലെങ്കിൽ നിശ്ചലമായി നിൽക്കുന്ന അനന്തമായ രൂപിയായ അതിനെ, പേരില്ലാത്ത അതിനെ നമ്മൾ അനുഭവം എന്നും, അല്ലെങ്കിൽ ഈശ്വരൻ, അതല്ലാത്തതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ചലനങ്ങളെയും അറിവെന്നും ആണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ മറ്റുള്ളവയെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, പഞ്ചഭൂതങ്ങളെ. പക്ഷെ ഈ മറ്റുള്ളതെല്ലാം, ഇപ്പൊ എന്റെ ഭർത്താവ്, എന്റെ എല്ലാ മക്കള്, അവരെല്ലാം അവിടെ ഒന്ന് അടിവരയിട്ടെ. അവിടെ ഒന്ന് അടിവര അല്ലല്ല രമകുഞ്ഞ് അവിടെ ഒന്ന് അടിവരയിട്ടെ. എന്റെ ഭർത്താവ് എന്താണ് പറഞ്ഞത്? എന്റെ ഭർത്താവ്. ശ്രദ്ധിക്കണേ, എന്റെ ഭർത്താവ്. എവിടെയാ പ്രശ്നം ഉണ്ടായത്? എവിടെയാ പ്രശ്നം? എന്റെ ഭർത്താവ് അല്ലേ? എങ്ങനെ എന്റേതാക്കി? എങ്ങനെയാണ് എന്റേതാക്കിയത്? സ്വപ്നം കൊണ്ടാണ് എന്റേതാക്കിയത് അല്ലേ? ആണോ? അതെ. അപ്പൊ പ്രശ്നം എവിടെ ആരംഭിച്ചത്? എന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്റേതെന്ന് പറയുന്ന ചില വസ്തുക്കളെ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ച് അതുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഈശ്വരൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയുമായിട്ട് വിഭിന്നമാകുന്നത്. അവിടെയാണ് നമുക്ക് ദുരന്തം ഉണ്ടാകുന്നത്. എന്റേതെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഉള്ളിൽ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നിടമാണ്. ഇത് എല്ലാവരുടേതുമാണ്. അവിടെയാണ് നമുക്ക് മറ്റുള്ളവരില്ലാണ്ടാകുന്നത്. നമുക്ക് മറ്റുള്ളവരെന്ന് പറഞ്ഞ ഭാഗം വരുന്നത് എന്റേതെന്ന് പറഞ്ഞ്
തൊട്ട് കണക്ട് ചെയ്ത് നൂലുകൊണ്ട് കെട്ടിവെക്കുകയാണ്. അങ്ങനെ കെട്ടിവെക്കുന്ന ചരടുകൾ പൊട്ടിപ്പോകുമ്പോഴാണ് നമ്മൾ ഭയന്ന് അലമുറയിട്ട് കരയുന്നത്. അത്രയേ ഉള്ളൂ. ഈ എൻ്റേതെന്ന് പറയുന്നത് വിട്ടുകളഞ്ഞാൽ നമുക്ക് എല്ലാം ഈശ്വരൻ്റെതാണ്. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുമ്പോൾ ഇതേ ഹൃദയം തന്നെയല്ലേ അടുത്ത് നിൽക്കുന്ന ആളിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വ്യക്തിയുടെ ഹൃദയവും വേദനിക്കും അല്ലേ. എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ കൊണ്ടുപോകുമ്പോൾ ഈശ്വരനായിട്ടുള്ള ബന്ധത്തിലായി. എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ ഇരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരായിട്ടുള്ള ബന്ധം? എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ ഒന്ന് ക്രമീകരിച്ച് നോക്ക്. സ്വന്തം ഹൃദയത്തെ വേദനിപ്പിക്കാതെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വൃത്തി, അതാണ് കുളിച്ചു കയറി. കുളിച്ചു കയറിയപ്പോൾ വൃത്തിയായപ്പോൾ ദീപം തെളിയാൻ തുടങ്ങി. അതാണ് കെടാവിളക്ക്. നാമം ജപിച്ചപ്പോൾ, നാമം ജപിക്കുക എന്ന് പറയുന്നത് നമ്മളാകാനുള്ള കാരണത്തെ പരിശോധിക്കുമ്പോൾ അതാണ് നാമം ജപിക്കുക. നാമം ജപിച്ചപ്പോൾ നമ്മളിൽ നാമം ജപിച്ചുകൊണ്ടായിരിക്കണം നിരന്തരം അല്ലേ. നാം എന്താണോ അതിലാണ് ആവർത്തനം. ജപിക്കുക പലവട്ടം, അതല്ലേ തടസ്സങ്ങൾ മാറ്റുന്ന. പലവട്ടം ആവർത്തിക്കുമ്പോൾ ഇതൊന്നു തന്നെയുള്ളു. ഈ ആവർത്തനത്തിൽ മറ്റൊന്നുമില്ല. അതാണ് നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ എന്ത് തെളിഞ്ഞു വരും? നാമം ജപിക്കുമ്പോൾ വിളക്ക് തെളിഞ്ഞു വരും. അതിൽ വേറൊന്നും തെളിഞ്ഞു വരത്തില്ല. നാമം ജപിച്ചാൽ തീർച്ചയായിട്ടും വിളക്ക് തെളിയും. ഇല്ല, പ്രതിച്ഛായ ആകത്തില്ല. പ്രതിച്ഛായ എന്ന് പറഞ്ഞ ഭാഗമില്ല. പ്രതിച്ഛായ എന്ന് പറഞ്ഞ ഭാഗമില്ല. സർവമൃഗങ്ങളും ജരാചരങ്ങളും സർവ്വതും ഇത് തന്നെയാണ്. സർവ്വതും ഇതൊന്നു തന്നെയാണ്. ഇത് ബുദ്ധി കൊണ്ട് ഒരിക്കലും ദഹിക്കത്തില്ല. കാരണം ഇവൻ പലതും ബുദ്ധി കൊണ്ട് പലതും ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് പർവ്വതം പോലെ സ്വപ്നമായി. പർവ്വതം പോലെ സ്വപ്നം നിറഞ്ഞിരിക്കുന്നവൻ ഈ പർവ്വതത്തെ എപ്പോഴാണ് ഈ പർവ്വതം മുഴുവനും ഉരച്ച് കളയാൻ പറ്റുക? അതെ, വളരെ സിമ്പിൾ അല്ലേ. ഏറ്റവും ലളിതമാണ് ജീവിതം.